ഗലീലിയോ ഗലീലി പ്രസിദ്ധമായി പറഞ്ഞ ഒരു ആശയമുണ്ട്. കർദിനൽ സീസർ ബറോണിയസിനോട് ബന്ധപ്പെടുത്തിയാണ് അത് പലപ്പോഴും ഉദ്ധരിക്കപ്പെടുന്നത്. ബൈബിൾ സ്വർഗത്തിലേക്ക് എങ്ങനെ പോകാമെന്ന് പഠിപ്പിക്കുകയാണ്, സ്വർഗം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നല്ല എന്നാണ്. ബൈബിളിൻ്റെ ലക്ഷ്യം ശാസ്ത്ര പാഠം നൽകുക എന്നതല്ല എന്നറിയുക, രക്ഷയുടെ വഴി കാണിക്കുക എന്ന ആശയമാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 3 ഭാഗങ്ങളിലായി ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടി വിവരണത്തിലെ സൃഷ്ടി കർമ്മത്തിൽ വെളിച്ചം 1-ാം ദിവസവും സൂര്യൻ 4-ാം ദിവസവും എന്നതിനെ പറ്റിയായിരുന്നു. ഇത് നാം അനുവർത്തിച്ചു പോരുന്ന വിശ്വാസ സത്യങ്ങളെ കീറിമുറിക്കാനല്ല എന്നറിയുക, പകരം അവയെ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കാനാണ്. വിശ്വാസം പാറയിൽ ഉറപ്പിക്കുന്ന രീതിയിൽ ഉറപ്പിക്കാനാണെന്നറിയുക. വിശ്വാസത്തെ തകിടം മറിക്കാൻ ഒരു ശാസ്ത്രത്തിനും ഒരു ശാസ്ത്രജ്ഞനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യവും. ബൈബിൾ വായിക്കുന്ന, സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രപഞ്ച വിവരണത്തിൽ ഒരു വൈരുദ്ധ്യാത്മകതയും കാണില്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം കണ്ണെന്നാണെങ്കിലും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. മതത്തെയും സയൻസിനെയും വേറിട്ട് കാണാൻ അവന് കഴിയും. ശാസ്ത്രസത്യവും വിശ്വാസസത്യവും ഒരേ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്ന വഴികൾ തന്നെയാണ്. രണ്ടിൻ്റെയും ലക്ഷ്യം ദൈവത്തെ തേടി തന്നെയാണെന്നറിയുക. അവൻ്റെ തിരിച്ചറിവുകളിലും കണ്ടെത്തലുകളിലുമെല്ലാം ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട്. ബൈബിളിലെ പ്രപഞ്ച സൃഷ്ടിയെ എതിർത്തവരെ നമുക്കറിയാം, പ്രശസ്തരായ ചിലരെയെങ്കിലും. എന്തുകൊണ്ടാണ് എതിർത്തതെന്നും കൂടാതെ ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രപഞ്ച സൃഷ്ടി വിവരണങ്ങളോട് പ്രൊട്ടസ്റ്റന്റ് സഭയുടെയും മറ്റ് സഭകളുടെയും സമീപനങ്ങളും നാം അറിയുകയാണ് ഈ വീഡിയോയുടെ. ബാറയുടെ 4-ാം ഭാഗത്തിലേക്കാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. എവർക്കും ചെയ്യട്ടെ. എവർക്കും നമസ്കാരം. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പല ക്രൈസ്തവ സഭകളും വിശ്വാസി സമൂഹങ്ങളും ഉൽപ്പത്തി പുസ്തകത്തിലെ 6 ദിവസത്തെ സൃഷ്ടി വിവരണത്തെ അക്ഷരാർത്ഥത്തിൽ തന്നെ സ്വീകരിക്കുന്നുണ്ട്. സൂര്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ദൈവം അത്ഭുതകരമായി വെളിച്ചവും സമയചക്രവും സസ്യജീവനും നിലനിർത്തിയെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇത് ശാസ്ത്രീയമായ വിശദീകരണമല്ല, ദൈവത്തിൻ്റെ സർവശക്തിയിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. ശാസ്ത്രം പ്രകൃതി നിയമങ്ങളെ വിശദീകരിക്കുന്നു. വിശ്വാസം ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനത്തെയും സർവശക്തിയെയും അംഗീകരിക്കുന്നു. ആയതിനാൽ ചില സഭകൾ ഉൽപ്പത്തി വിവരണത്തെ ശാസ്ത്രത്തിൻ്റെ പരിധിക്കപ്പുറമുള്ള വിശ്വാസ സത്യമായി സ്വീകരിക്കുകയാണ്. കത്തോലിക്ക സഭ ഔദ്യോഗികമായി ശാസ്ത്രത്തെ മറികടക്കുക എന്ന ഭാഷ ഉപയോഗിക്കുന്നില്ല. കത്തോലിക്ക സഭ വിശ്വാസവും യഥാർത്ഥ ശാസ്ത്രവും പരസ്പര വിരുദ്ധമല്ലെന്ന് പഠിപ്പിക്കുകയാണ്. കാറ്റഗിസം ക്ലാസ്സിൽ ആ പാഠഭാഗം നോക്കുമ്പോൾ അറിയാൻ പറ്റും ആ ഒരു തലത്തിലാണ് കത്തോലിക്ക സഭ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ചില ക്രൈസ്തവ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് യങ് എർത്ത് ക്രിയേഷനിസം പിന്തുടരുന്നവർ, ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ അക്ഷരാർത്ഥത്തിൽ തന്നെ വ്യാഖ്യാനിച്ച് ശാസ്ത്രീയ മാതൃകകളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം 46 പഴയ നിയമപുസ്തകങ്ങളാണ് ഉള്ളത്, 27 പുതിയ നിയമപുസ്തകങ്ങളും. അങ്ങനെ ആകെ 71 പുസ്തകങ്ങൾ. പ്രൊട്ടസ്റ്റന്റിസത്തിൽ 39 പഴയ നിയമപുസ്തകങ്ങളും 27 പുതിയ നിയമപുസ്തകങ്ങളും. ആകെ 66 പുസ്തകങ്ങൾ. പഴയ നിയമത്തിൽ മാത്രമാണ് അവർക്ക് വ്യത്യാസം വരുന്നത്. ഉൽപ്പത്തി പുസ്തകം
തന്നെയാണ് അവരുടെ ആദ്യത്തെ പുസ്തകം. പ്രൊട്ടസ്റ്റന്റുകാരും അത് ദൈവവചനമായിട്ട് തന്നെയാണ് അംഗീകരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് പ്രൊട്ടസ്റ്റന്റുകാർക്ക് ഒരൊറ്റ ഔദ്യോഗിക വ്യാഖ്യാനമല്ല, പല നിലപാടുകളുണ്ട്. യങ് എർത്ത് ക്രിയേഷനിസം, അതായത് യുവഭൂമി സൃഷ്ടിവാദം. ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ 6 ദിവസങ്ങൾ യഥാർത്ഥ 24 മണിക്കൂർ ദിവസങ്ങളാണെന്നും ഭൂമിക്ക് ഏകദേശം 6000 മുതൽ 10000 വർഷം വരെ പ്രായമെന്നും അവർ വിശ്വസിക്കുകയാണ്. ഓൾഡ് എർത്ത് ക്രിയേഷനിസം, അതായത് പഴയ ഭൂമി സൃഷ്ടിവാദം, ഭൂമിക്ക് കോടിക്കണക്കിന് വർഷങ്ങളുടെ പ്രായമുണ്ടെന്ന് അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ദൈവമാണ് സൃഷ്ടാവെന്ന് വിശ്വസിക്കുകയാണ്. ഫ്രെയിംവർക്ക് ഇൻ്റർപ്രിട്ടേഷൻ, അതായത് സാഹിത്യ ചട്ടക്കൂട് വ്യാഖ്യാനം, ഉൽപ്പത്തി 1-ാം അധ്യായത്തിന് സാഹിത്യ ദൈവശാസ്ത്ര ആഖ്യാനമായി വായിക്കുന്നു. 1:4, 2:5, 3:6 എന്ന സമാന്തര ഘടനയ്ക്ക് പ്രാധാന്യം നൽകുകയാണ്. തിയസ്റ്റിക് ഇവല്യൂഷൻ, അതായത് ദൈവ നിർദ്ദേശിത പരിണാമം. പരിണാമ സിദ്ധാന്തവും ദൈവസൃഷ്ടിയും പരസ്പര വിരുദ്ധമല്ലെന്ന് കരുതുന്നു ചില പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രജ്ഞർ. അവർ ഈ നിലപാട് സ്വീകരിക്കുകയാണ്. മുഖ്യധാര ക്രൈസ്തവ സഭകളിൽ നിന്നും ഒന്നും തന്നെ ബുക്ക് ഓഫ് ജെനസിസ്, അതായത് ഉൽപ്പത്തി പുസ്തകത്തെ എതിർക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം ദൈവചനമാണെന്ന് എല്ലാ പ്രധാന ക്രൈസ്തവ സഭകളും അംഗീകരിക്കുന്നുണ്ട്. വ്യത്യാസം ഉൽപ്പത്തി പുസ്തകത്തെ അംഗീകരിക്കുന്നതിലല്ല, അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിലാണ്. കത്തോലിക്ക സഭ ഉൽപ്പത്തി ദൈവചനമാണെന്ന് അംഗീകരിക്കുന്നു. സാഹിത്യരൂപം, ചരിത്ര പശ്ചാത്തലം, ദൈവശാസ്ത്ര സന്ദേശം എന്നിവ പരിഗണിച്ചുകൊണ്ട് എവരെയും വായിക്കാൻ പഠിപ്പിക്കുകയാണ്. ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച്, അതായത് കിഴക്കൻ ഓർത്തഡോക്സ് സഭ, ഉൽപ്പത്തി ദൈവവചനമാണ്. സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങൾക്ക് അവർ പ്രാധാന്യം നൽകുന്നു. പ്രൊട്ടസ്റ്റന്റിസം ഉൽപ്പത്തി ദൈവവചനമാണെന്ന് അംഗീകരിക്കുന്നു, എന്നാൽ അതിൻ്റെ വ്യാഖ്യാനത്തിൽ ചില വിവിധ നിലപാടുകളുണ്ടെന്നാണ്. അക്ഷരാർത്ഥം, സാഹിത്യരീതി, പഴയ ഭൂമി, പുതിയ ഭൂമി, ദൈവനിർദ്ദേശിത പരിണാമം എന്നിവ. ഉൽപ്പത്തി പുസ്തകത്തെ എല്ലാ പ്രധാന ക്രൈസ്തവ സഭകളും അംഗീകരിക്കുന്നുണ്ട്, എന്നാൽ അതിൻ്റെ ആദ്യ അധ്യായത്തിലെ സൃഷ്ടിവിവരണത്തെ എങ്ങനെ മനസ്സിലാക്കണം എന്നതിൽ സഭകൾക്കും ദൈവശാസ്ത്രജ്ഞർക്കും വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളുണ്ട്. നിക്കോളാസ് കോപ്പർനിക്കസും ഗലീലിയോ എന്നിവർ ഉൽപ്പത്തി പുസ്തകത്തെ തള്ളിയവരല്ല എന്ന് മനസ്സിലാക്കുക. ഇരുവരും നല്ല ദൈവവിശ്വാസികളായിരുന്നു. അവരുടെ തർക്കം ബൈബിളിൻ്റെ അധികാരത്തോടെയല്ല, ബൈബിളിലെ ചില വാക്യങ്ങളുടെ അക്ഷരാർത്ഥ വ്യാഖ്യാനത്തോടെയായിരുന്നു. നിക്കോളാസ് കോപ്പർനിക്കസ് സൂര്യകേന്ദ്ര സിദ്ധാന്തം, ഹേലിയോസെൻട്രിക് ഫിനോമിനൻ അവതരിപ്പിച്ചു. തൻ്റെ പ്രധാന കൃതിയായ ഡി റിവല്യൂഷനിബസ് ഓർബിയം കൊളസ്റ്റിയം അദ്ദേഹം പോപ്പ് പോൾ III സമർപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. വിശ്വാസത്തിനെതിരായിരുന്നെങ്കിൽ അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. ഗലീലി ദൂരദർശിനിയിലൂടെ ലഭിച്ച നിരീക്ഷണങ്ങൾ ഉപയോഗിച്ച് സൂര്യകേന്ദ്ര സിദ്ധാന്തത്തെ പിന്തുണച്ചു. ചില സഭാ നേതാക്കൾ അന്നത്തെ ബൈബിൾ വ്യാഖ്യാനമായി ഇത് കൂട്ടിക്കുറച്ച് അത് വിരുദ്ധമാണെന്ന് കരുതിയതിനാലാണ് അദ്ദേഹത്തെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചത്. അതും ഇൻക്വിസിഷനിലൂടെയാണ് ആ വിധി നടപ്പിലാക്കിയതും. അദ്ദേഹം മരിച്ചത് സ്വാഭാവികമായതാണ്. അതുപോലെ കോപ്പർനിക്കസ് മരിച്ചതും സ്വാഭാവികമായാണ്. ഇനി ഉൽപ്പത്തി വിവരണത്തെ വിമർശിച്ച കുറച്ച് പ്രശസ്തരെ പറയാണ്. ആദ്യത് തോമസ് ഹെൻറി ഹക്സ്ലി, പരിണാമ സിദ്ധാന്തത്തിൻ്റെ ശക്തനായ വക്താവാണ്. അടുത്ത ചാൾസ് ഡാർവിൻ, ഉൽപ്പത്തി പുസ്തകത്തിലെ അക്ഷരാർത്ഥ സൃഷ്ടി വിവരണത്തോട് പൊരുത്തപ്പെടാത്ത പരിണാമ സിദ്ധാന്തം അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. അടുത്ത റിച്ചാർഡ് ഡോക്കിൻസ്, സൃഷ്ടിവാദത്തെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. സ്റ്റീഫൻ ഹോക്കിംഗ്, പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം വിശദീകരിക്കാൻ പ്രകൃതി നിയമങ്ങൾ മതിയാകുമെന്ന് അദ്ദേഹം വാദിച്ചു. കോപ്പർനിക്കസും ഗലീലിയോയും സഭയെ തല്ലിയതല്ല,
ബൈബിളിലെ ചില ഭാഗങ്ങളുടെ അക്ഷരാർത്ഥ വ്യാഖ്യാനത്തെയാണ് അവർ തള്ളിയത് അല്ലെങ്കിൽ ചോദ്യം ചെയ്തത്. കത്തോലിക്ക സഭ പിന്നീട് ഗലീലിയോ കേസുകളിലെ പിഴവുകൾ സംഭവിച്ചതായി അംഗീകരിക്കുകയും ശാസ്ത്രഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഗലീലിയോയും കോപ്പർനിക്കസും ഉൽപ്പത്തി പുസ്തകത്തെ തള്ളിയില്ല, ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കുക, സഭയും വിശ്വാസവും യഥാർത്ഥ ശാസ്ത്രവും പരസ്പര വിരുദ്ധമല്ലെന്ന് കൂടുതൽ വ്യക്തമായി അതിലൂടെ പഠിപ്പിക്കുകയായിരുന്നു. കോപ്പർനിക്കസ് 1543 സ്വാഭാവിക കാരണങ്ങളാൽ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ച അതേ വർഷമാണ് അദ്ദേഹം മരണമടഞ്ഞത്. ദ റവല്യൂഷനിബസ് ഓർബിയം കൊളസ്റ്റിയം എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച ദിവസമാണ്. ഗലീലിയോയും വധിച്ചില്ല എന്നറിയുക. 1633 റോമൻ ഇൻക്വിസിഷനാണ് അദ്ദേഹത്തെ വിചാരണ ചെയ്തത്. സൂര്യകേന്ദ്ര സിദ്ധാന്തം സത്യമായി പഠിപ്പിക്കരുതെന്ന് വിധിക്കുകയും തൻ്റെ നിലപാട് പിൻവലിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. അതേ തുടർന്ന് അദ്ദേഹത്തെ ജീവപര്യന്തം വീട്ടുതടങ്കലിൽ ഹൗസ് അറസ്റ്റിലായിരുന്നു. 1642 അദ്ദേഹം സ്വാഭാവിക മരണമാണ് സംഭവിച്ചത്. 1992 പോപ്പ് ജോൺ പോൾ II ഗലീലിയോ കേസിനെ കുറിച്ച് പഠിച്ച കമ്മീഷൻ്റെ റിപ്പോർട്ട് സ്വീകരിച്ച് ആ കേസിൽ സഭയുടെ ഭാഗത്ത് നിന്ന് വിലയിരുത്തലിലെ ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചതായി അദ്ദേഹം അംഗീകരിച്ചു. അതുകൊണ്ട് ചരിത്രപരമായ ശരിയായ വാചകം ഇങ്ങനെയാണ്: കോപ്പർനിക്കസും ഗലീലിയോയും സഭ വധിച്ചില്ല. കോപ്പർനിക്കസ് സ്വാഭാവികമായി മരിച്ചു. ഗലീലിയോ സഭ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുകയും വീട്ടുതടങ്കലിന് വിധേയനാവുകയും ചെയ്തു. സഭയിൽ നിന്നുണ്ടായ പല ഇതുപോലുള്ള ഗുരുതരമായ വീഴ്ചകൾക്ക് 2000 ഇത് ജോൺ പോൾ II ലോകത്തൊരു മാപ്പ് പറഞ്ഞിരുന്നു. അത് നാം അറിഞ്ഞതാണ് മാധ്യമങ്ങളിലൂടെ. വിശ്വാസത്തെ വിശകലനം ചെയ്യാനല്ല, വിശ്വാസ സത്യങ്ങളുടെ വേരുറപ്പിക്കാനാണ് ഞാനിത് നൽകുന്നത്. ഈ ഭാഗത്തോടുകൂടി ബാറ അവസാനിക്കുകയാണ്. ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമസ്കാരം. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. വിശ്വാസ സത്യങ്ങളിലൂടെ നാം സഞ്ചരിക്കാം. വെറും ഒരു 2 വാക്കുകളാണ് ഈ 4 ഭാഗങ്ങളായത്. ബൈബിളിൽ അങ്ങനെയാണ്. എന്തിനും ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. ശരിയായ വ്യാഖ്യാനങ്ങളാണ് നമ്മൾക്ക് വേണ്ടത്. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.